Hi dear students, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് 1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈനിലെ ഒരു പ്രോബ്ലം ബേസ്ഡ് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്കിൻ്റെ പേര് സോൾവിങ് പ്രോബ്ലംസ് ഇൻ യൂണിഫോം ആക്സലറേഷൻ. നമ്മൾ എന്താണ് യൂണിഫോം ആക്സലറേഷൻ എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിഫോം ആക്സലറേഷൻ ആൻഡ് അത് നമ്മൾ രണ്ട് കേസായിട്ട് ഡിസ്കസ് ചെയ്യും. ഹൊറിസോണ്ടൽ മോഷനിലും വെർട്ടിക്കൽ മോഷനിലും എങ്ങനെയാണ് യൂണിഫോം ആക്സലറേഷൻ്റെ ഇൻഫ്ലുവൻസ് പ്രോബ്ലത്തിലൂടെ നമ്മൾ കാണിക്കും. അതുതന്നെ ഹൊറിസോണ്ടൽ മോഷനിൽ പോസിറ്റീവ് ആക്സലറേഷൻ എന്താണെന്ന് നമുക്കറിയാം, അതുപോലെ നെഗറ്റീവ് ആക്സലറേഷൻ എന്താണെന്ന് അറിയാം. അതിനെ ബേസ് ചെയ്ത ന്യൂമറിക്കൽ പ്രോബ്ലംസും, അതേപോലെ വെർട്ടിക്കൽ മോഷനിൽ വെർട്ടിക്കൽ പ്രൊജക്ഷൻ, അതിൻ്റെ ഫ്രീ ഫോൾ, ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്ത പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എഴുതാൻ പോകുന്ന ഫൈനൽ ഇയർ പ്ലസ് 1 ഫിസിക്സ് തിയറി എക്സാമിനും അതേപോലെ നീറ്റ് JEE പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തന്നെ കൂടുതൽ പ്രോബ്ലം ബേസ് ആയ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടുകൂടി കാണുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ പഠിച്ചു തുടങ്ങാം. അതേപോലെ തന്നെ ഈ പ്രോബ്ലംസ് ഇന്ന് ചെയ്യുന്ന പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് കൂടുതൽ ടെക്സ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രോബ്ലം നോക്കാം. A car moves with a speed of 5 meters per second. Suddenly, driver saw a boy playing in the middle of a road with a distance 20 meters from the car. Car's initial speed is 5 meters per second. U is equal to 5 meters per second. Then a boy is playing in the middle of a road with a distance of 20 meters from the car. കാറിൽ നിന്ന് 20 മീറ്റർ അകലത്തിലായി റോഡിന് നടുവിലായിട്ടൊരു കുട്ടി കളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദ ഡ്രൈവർ സഡൻലി അപ്ലൈ ബ്രേക്സ് ടു സ്റ്റോപ്പ് ദ കാർ ആൻഡ് ദ കാർ ഗോട്ട് റിട്ടാർഡേഷൻ ബൈ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബ്രേക്ക് ഡ്രൈവർ ചവിട്ടുന്നു, അതിൻ്റെ ഫലമായിട്ട് കാറിന് റിട്ടാർഡേഷൻ കിട്ടും. കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ റിട്ടാർഡേഷൻ ഉണ്ടാവുന്നു. റിട്ടാർഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. റിട്ടാർഡേഷൻ ആയതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ കൊടുത്തു. ഡസ് ദ കാർ ഹിറ്റ് ദാറ്റ് ബോയ്? അപ്പോൾ ഈ റിട്ടാർഡേഷൻ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിയെ തട്ടുന്നതിന് മുന്നേ ആയിട്ട് കാർ നിൽക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് ഹൗ ലോങ്, എത്ര സമയം കൊണ്ട് കാർ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡസ് ദ കാർ ഹിറ്റ് ദാറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ എത്ര ദൂരം കാർ സഞ്ചരിക്കും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, ദാറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട്. നമുക്ക് ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന റിലേഷൻ നമുക്ക് അറിയാവുന്നത് v square is equal to u square plus 2as. അപ്പോൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്പീഡ് എന്ന് പറയുന്നത് v is equal to 0 ആണ്. v is equal to 0 ആണ്. സോ 0 is equal to u എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ് പ്ലസ് 2 ഇൻറ്റു a is minus 2 ഇൻറ്റു s അല്ലേ. അപ്പോൾ ഇത് വരും, ദാറ്റ് ഈസ് 0 is equal to 25 minus 4 yes. Okay, so 25 is equal to 4s. 4s is equal to 25 by 4. ഇത് വരും 6.25 meter. So this is the distance traveled by the car after applying brakes. അപ്പോൾ കുട്ടി 20 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നതിനോട് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ 6.25 മീറ്ററാണ് കാർ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡസ് ദ ബോയ് ഹിറ്റ് ദ കാർ എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരെ മൂവ് ചെയ്യുള്ളൂ, അതിന് അപ്പുറമായിട്ട് കാറ് മൂവ് ചെയ്യില്ല, കാർ നിൽക്കും. അപ്പോൾ കുട്ടീനെ ഈ കാറ് ഹിറ്റ് ചെയ്യില്ല. അതാണ് ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസർ. സെക്കൻഡ് പാർട്ട്, ഹൗ ലോങ് ഡസ് ദ കാർ ടേക്ക് ടു സ്റ്റോപ്പ്? എത്ര സമയം കൊണ്ടാണ് കാറ് നിൽക്കുക എന്നുള്ളതാണ്. സോ v is equal to u plus at. സോ t is equal to v minus u by a. ഇനീഷ്യൽ സ്പീഡ് 5 ആണ്, ഫൈനൽ സ്പീഡ് 0 ആണ്. സോ 0 മൈനസ് 5 ബൈ ആക്സലറേഷൻ -2 ആണ്. സോ -5 ബൈ -2 ദാറ്റ് ഈസ് 5/2, ദാറ്റ് ഈസ് 2.5 സെക്കൻഡ്. അപ്പോൾ 2.5 സെക്കൻഡ് കൊണ്ട് കാറ് നിൽക്കും. കാറ് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ദൂരം 6.25 മീറ്റർ. അടുത്ത ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. എ ബുള്ളറ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ഹിറ്റ്സ് ദ വുഡൻ പ്ലാങ്ക്. ഒരു വുഡൻ പ്ലാങ്ക് മരത്തുകൊണ്ടുള്ള ഒരു കട്ടയാണ്. അതിൽ ഒരു ബുള്ളറ്റ് 10 മീറ്റർ പെർ സെക്കൻഡിൽ വെലോസിറ്റിയിൽ വന്നിട്ട് അതിനെ ഹിറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബുള്ളറ്റിനകത്തേക്ക് കയറിപ്പോവും. ഈ തരത്തിലുള്ള ബുള്ളറ്റ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്രയും ദൂരത്ത് നീങ്ങിപ്പോയി. ദാറ്റ് ഈസ്
The bullet is stopped when it penetrates plank 20 centimeter. ഇതിനകത്തേക്ക് ഒരു 20 സെന്റിമീറ്റർ കയറി പോയതിനു ശേഷം അത് അവിടെ നിന്നു, സ്റ്റോപ്പ് ചെയ്തു. ദാറ്റ് ഈസ് ഫൈനൽ സ്പീഡ് 0 ആയി. കാൽക്കുലേറ്റ് ദി റിട്ടാർഡേഷൻ ഓഫ് ദി ബുള്ളറ്റ്. എത്രയാണ് ആ ബുള്ളറ്റിന് അനുഭവപ്പെട്ട റിട്ടാർഡേഷൻ? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്താണ്? റിട്ടാർഡേഷൻ ആണ്. ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ u is equal to 10 meter per second. v ഫൈനൽ സ്പീഡ് is 0. വുഡൻ ബാങ്കിൻ്റെ ഉള്ളിലൂടെ എത്ര ദൂരം ബുള്ളറ്റ് മൂവ് ചെയ്തു? s is equal to 0.2 meter. സോ v square is equal to u square plus 2as. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v എന്ന് പറഞ്ഞാൽ 0 ആണ്. u 10 square plus 2 into a into 0.2. that is 0 is equal to 10 square is 100 plus 2 into 0.2 is 0.4 a. So a is equal to minus 100 by 0.4, that is minus 250 meter per second square. അടുത്ത പ്രോബ്ലം നോക്കാം. The speed time graph of a particle moving along a fixed direction is shown in figure. ഒരു സ്പീഡ് ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു ഗ്രാഫാണ്. Obtain the distance travelled by particle between 0 second to 10 second. ആ ഇൻ്റർവെല്ലിലുള്ള ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. അതുകൂടാതെ ബിറ്റ്വീൻ ദ ടൈം ഇൻ്റർവെൽ t is equal to 2 second to 6 second. വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? അപ്പോൾ നമുക്ക് എയിലും ബിയിലും പ്രത്യേകമായിട്ട് കാണാം. ആദ്യം എ പാർട്ട് നോക്കാം. 0 മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഇൻ്റർവെല് എത്രയാണ് ആവറേജ് സ്പീഡ്? അപ്പോൾ നമുക്കറിയാം ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടെത്തണം. സ്പീഡ് ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്വാഭാവികമായിട്ടും ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഇതൊരു ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ട്രയാങ്കിൾ ഇതിലാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ആണ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ 0 to 10 second is equal to half into 10. that is base into altitude എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്. that is 12, that is 60 meter. then average speed is equal to total distance by time, that is 60 by 10, that is 6 meter per second. ഇതാണ് എ പാർട്ട്. ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. what is average speed between the interval 2 second to 6 second? അതായത് 2 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെയുള്ള ഈ ടൈം ഇൻ്റർവെൽ എന്തായിരിക്കും ആവറേജ് സ്പീഡ്? അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പോലെ അത്ര എളുപ്പമല്ല. അതായത് ഇവിടെ ഈ 2 സെക്കൻഡിൻ്റെയും അല്ലെങ്കിൽ 6 സെക്കൻഡിൻ്റെയും സ്പീഡൊന്നും ഇവിടെ നമുക്ക് ഗ്രാഫിൽ നിന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമുക്കതിൻ്റെ സ്പീഡ് ആദ്യം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മളതിനെ 2 മുതൽ 6 സെക്കൻഡിനെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ടൈം ഇൻ്റർവെല്ലാക്കി മാറ്റാം. 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ഒരു ടൈം ഇൻ്റർവെല്ലും ദെൻ 5 to 6 സെക്കൻഡ് വരെ രണ്ടാമത്തെ ടൈം ഇൻ്റർവെൽ. രണ്ടും പ്രത്യേകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 2 സെക്കൻഡ് സമയത്തുള്ള ഈ ഒരു സിറ്റുവേഷൻ എടുക്കുക. നോക്കോളൂ, ഇത് സ്പീഡ് ടൈം ഗ്രാഫാണ്. ഈ സ്ട്രൈറ്റ് ലൈൻ ഈ തരത്തിലാണ്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് എന്തായിരിക്കും? ആക്സലറേഷൻ ആയിരിക്കും. അപ്പോൾ ദ സ്ലോപ്പ് ഓഫ് ദി സ്പീഡ് ടൈം ഗ്രാഫ് ഈസ് ടാൻ തീറ്റ. നമുക്കറിയാം ആ ടാൻ തീറ്റ എന്ന് പറയുന്നത് ആക്സലറേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് തീറ്റയാണ്, നമുക്ക് മാർക്ക് ചെയ്യാം. സോ ആക്സലറേഷൻ എ ഇസ് ഈക്വൽ ടു തീറ്റ. തീറ്റ മീൻസ് ടാൻ തീറ്റ കണ്ടെത്താൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 12 ആണ്. 12 by 5. 12 by 5 ഈസ് 2.5 meter per second square ആണ് ഇതിൻ്റെ ആക്സലറേഷൻ. നമുക്ക് ആക്സലറേഷൻ അല്ല വേണ്ടത്, നമുക്ക് അതിൻ്റെ സ്പീഡ് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് നമുക്കറിയാം ഈ തീറ്റ എന്നുള്ളത് ഈ ചെറിയ ട്രയാങ്കിൾ എടുത്താലും ഈ വലിയ ട്രയാങ്കിൾ എടുത്താലും തന്നെ തീറ്റ എല്ലാം തന്നെ സെയിമാണ്. ഇതിൻ്റെ സ്ലോപ്പ് സെയിമാണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഇപ്പോൾ സ്ലോപ്പാണ്, ടാൻ തീറ്റയാണ് കണ്ടെത്തിയത്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, നോക്കൂ, ഈ ഡിസ്റ്റൻസ് ഈ ട്രയാങ്കിൾ എടുത്തപ്പോൾ ഈ ഡിസ്റ്റൻസിന് ഞാൻ വൈ എന്ന് പേര് കൊടുത്തു. വൈ, ദിസ് ഡിസ്റ്റൻസ് ഈസ് വൈ ആണത്. അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് ശരിക്ക് ഈ സ്പീഡ് ആക്സിസിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ദ സ്പീഡ് ഇറ്റ് സെൽഫ്. വൈ എന്ന് പറഞ്ഞാൽ സ്പീഡായിട്ട് ഇരിക്കുന്നത്. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ വൈ ആണ്. വൈ ബൈ ഈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 0 to 2, ദാറ്റ് ഈസ് വൈ ബൈ 2. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ 2. സോ വൈ ഈസ് ഈക്വൽ ടു 2 into ടാൻ തീറ്റ. ദാറ്റ് ഈസ് 2 into what is tan theta? Tan theta is 2.4. So 2 into 2.4, that is 4.8 meter per second. ഈ 4.8 എന്ന് പറയുന്നത് 2 സെക്കൻഡ് സമയത്തുള്ള സ്പീഡാണ്. നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 സെക്കൻഡ് 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള ഒരു ഗ്രാഫ് ഈ തരത്തിലാണ്. നമുക്ക് 2 സെക്കൻഡ് സമയത്തുള്ള സ്പീഡ് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 സെക്കൻഡ് സമയത്തുള്ള ബോഡിയുടെ സ്പീഡാണ് 4.8 meter per second. ഇനി നമുക്ക് 2 മുതൽ 5
ഉള്ള ഇൻ്റർവെൽ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ പീരീഡിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ 2 സെക്കൻഡിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 4.8 ആണ് കണ്ടെത്തി. ദാറ്റ് ഈസ് യു ഇൻറ്റു 2 മുതൽ 5 സെക്കൻഡ് വരെ എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ യു ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 2.4 ആണ് കണ്ടെത്തി ഇൻറ്റു ടി സ്ക്വയർ പറഞ്ഞാൽ 3 സ്ക്വയർ. ദാറ്റ് ഈസ് 25.2 മീറ്റർ. അതായത് 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ബോഡി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 25.2 മീറ്റർ ആണ്. നമുക്ക് വേണ്ട 2 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെയാണ്. അപ്പോൾ ഇനി 5 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെയുള്ള ടൈം ഇൻ്റർവെല്ലുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തണം. നമുക്കറിയാം ഇത് സ്ലോപ്പാണ്, ഈ സ്ലോപ്പ് തീറ്റയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻക്ലിനേഷൻ നേരെ ഇൻവേർട്ടർ ആണെന്നുള്ളത്, പക്ഷേ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇത് തരത്തിലാണ്, പക്ഷേ നെഗറ്റീവ് സ്ലോപ്പാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ആംഗിള് എടുക്കുന്ന സമയത്ത് നേരെ തിരിച്ചാണ് എടുക്കുന്നുള്ളത് കൊണ്ട് ടാൻ തീറ്റ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ എന്ത് വരും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം 5 to 6 സെക്കൻഡ് കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ ആക്സലേഷൻ എന്ന് പറയുന്നത് നേരത്തെ എടുത്തതിൻ്റെ നെഗറ്റീവ് സ്ലോപ്പ് കിട്ടിയത് നേരത്തെ 2.4 ആയിരുന്നു. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചായതുകൊണ്ട് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -2.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നേരത്തെ പോലെ നമുക്ക് ഇവിടെയും ഡിസ്റ്റൻസ് കണ്ടിടാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പക്ഷേ ഇവിടുത്തെ യു എന്താണ്? 5 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ എന്ന് പറഞ്ഞ സമയത്ത് 5 സെക്കൻഡ് സമയത്തുള്ള ഇനീഷ്യൽ സ്പീഡ് നമുക്കറിയാം, അത് കണ്ടെത്തണ്ട. ദാറ്റ് ഈസ് 12 എന്ന് അറിയാം. 12 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്, 5 to 6 1 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ റിട്ടാർഡേഷൻ ആണ്, അല്ലെങ്കിൽ സ്പീഡ് കുറയാണ്. അപ്പോൾ -2.4 നമ്മൾ എടുത്തു, അതായത് സ്ലോപ്പ് നെഗറ്റീവാന്ന് പറഞ്ഞു, ഇൻറ്റു ടി സ്ക്വയർ പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പോൾ കിട്ടുന്ന ആൻസർ 10.8 മീറ്റർ. ഇപ്പോൾ 5 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ ബോഡി സഞ്ചരിച്ച ദൂരം 10.8 മീറ്ററും ആദ്യം 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ബോഡി സഞ്ചരിച്ച ദൂരം 25.2 മീറ്ററും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്യുക 25.2 പ്ലസ് 10.8 ദാറ്റ് ഈസ് 36 മീറ്റർ. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ആവറേജ് സ്പീഡ് കണ്ടെത്താം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ഇൻ്റർവൽ. ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ 36 മീറ്റർ ആണ്. ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 2 മുതൽ 6 വരെ 4 സെക്കൻഡാണ്, ദാറ്റ് ഈസ് 9 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റായ പ്രോബ്ലം വരുമ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ എ കേസ് വളരെ സിമ്പിളായിരുന്നു. 2 കേസിലും ഫോർമുല ഉപയോഗിച്ചിരിക്കുന്ന ആവറേജ് സ്പീഡിനെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. പക്ഷേ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ മെത്തേഡ് നമ്മൾ കുറച്ചുകൂടി വേറെ രീതിയിലാണ് ഉപയോഗിച്ചത്. അടുത്തതായിട്ട് വെർട്ടിക്കൽ മോഷനാണ്. വെർട്ടിക്കൽ മോഷനെ കൺട്രോൾ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് യു, ഫൈനൽ വെലോസിറ്റി വി, അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ്, ആക്സലറേഷൻ എ. ഇത്രയും ക്വാണ്ടിറ്റീസാണ് വെർട്ടിക്കൽ മോഷനെ കൺട്രോൾ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഒരു ബോഡി മുകളിലേക്ക് ത്രോ ചെയ്യുന്ന സമയത്തും ബോഡി താഴത്തേക്ക് ത്രോ ചെയ്യുന്ന സമയത്തും അതേപോലെ മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് തിരിച്ചു വരുന്ന സമയത്തുമുള്ള പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെയൊക്കെ സൈൻ, ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഒക്കെ സൈൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആദ്യം എങ്ങനെ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. നോക്കൂ, ആദ്യത്തെ കേസിൽ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. നമുക്കറിയാം മുകളിലേക്ക് എറിയുന്ന ബോഡിയെ സംബന്ധിച്ച് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വരികയാണെന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ബോളിനെ സംബന്ധിച്ചിട്ട് ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്ന ആ ഒരു ട്രാവലിംഗ് പാത്ത് മാത്രമേ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എടുക്കുന്നത് ഇനീഷ്യൽ പോയിന്റ് ടു ഫൈനൽ പോയിന്റ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്, ഇനീഷ്യൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് എസിൻ്റെ ഡയറക്ഷൻ, എസിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ആക്സലറേഷൻ ഇവിടെ ഏതാണുള്ളത്? ഇവിടെ എർത്ത് ആണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കൊണ്ടുള്ള ആക്സലേഷൻ താഴത്തേക്കാണ്. ബോഡി നമ്മൾ മുകളിലേക്ക് എറിയുകയാണെങ്കിലും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സൈൻ എങ്ങോട്ടായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ എ ഈസ് നെഗറ്റീവ്, ബാക്കി എസ് പോസിറ്റീവ് ആണ്, വി 0 ആണ്, യു പോസിറ്റീവ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം എടുക്കുന്ന ഡയറക്ഷൻ പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്, അതിനെതിരായ ഡയറക്ഷനാണ് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഈ രണ്ടാമത്തെ കേസ് നോക്കാം. ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, ഫ്രീ ഫോൾ അല്ല, നമ്മളൊരു വസ്തുവിനെ താഴത്തേക്ക് എറിയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനീഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ആയാലും താഴേക്ക് കഴിഞ്ഞാലും യു ഈസ് ഓൾവേസ് പോസിറ്റീവ്.
ഇവിടുത്തെ വെലോസിറ്റി 0 ആയിരിക്കും, താഴത്തേക്ക് വരുന്ന സംബന്ധിച്ച് ബോഡിയെ സംബന്ധിച്ച് വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ വിയുടെ ഡയറക്ഷൻ പോസിറ്റീവാണ്. നമ്മൾ ഇവിടുന്ന് ഈ ഡയറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഇവിടെ ഈ ഡയറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഡയറക്ഷനാണ് ഓവറോൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ വി ഈസ് അഗൈൻ പോസിറ്റീവ്. എസ് എന്നുള്ളത് നമ്മളറിയാം, ഇവിടെയാണ് ഇനീഷ്യൽ പോയിന്റ്, ഇവിടെയാണ് ഫൈനൽ പോയിന്റ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതും പോസിറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ എസ് ഈസ് പോസിറ്റീവ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ജി, സോ എ ഈസ് ഓൾസോ പോസിറ്റീവ്. അപ്പോൾ താഴത്തേക്ക് വരുന്ന ത്രോ ചെയ്യുന്ന ഒരു ബോഡിയെ സംബന്ധിച്ച് യുവും വിയും എസും എയും എല്ലാം തന്നെ പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലാവും. മുകളിലേക്ക് പോകുന്ന ബോഡിയെ സംബന്ധിച്ച് യു ഈസ് ഓൾവേസ് പോസിറ്റീവ്, ഫൈനൽ സ്പീഡ് 0 ആണ്, എസ് പോസിറ്റീവ് ആണ്, എ നെഗറ്റീവ് ആണ്. മൂന്നാമത്തെ കേസിൽ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് കംസ് ഡൗൺ. ഒരു വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോയിട്ട് തിരിച്ച് വരിക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് ദിസ് ഇസ് എ ബോൾ, വി ആർ ത്രോയിങ് ഇറ്റ് അപ്പ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന ഡയറക്ഷൻ, ഇനീഷ്യൽ ഡയറക്ഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഇത്രയും പാത്ത് വരെ ഉള്ള ദൂരം എന്ന് പറയുന്ന ആ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ യു ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇനി ഫൈനൽ വെലോസിറ്റിയെ സംബന്ധിച്ച് വരുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫൈനൽ വെലോസിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇത്രയും ഭാഗം നെഗറ്റീവ് സൈനിലേക്ക് മൈനസ് ആണ് എടുക്കുന്നത്. അപ്പോൾ വി എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി വി ഈസ് നെഗറ്റീവ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ബോൾ ഇവിടെയാണ് ഉള്ളത്, പിന്നെ കുറേ കഴിഞ്ഞാൽ ബോൾ ഇവിടെ എത്തുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ്. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഇവിടെ ഫൈനൽ പൊസിഷൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ എസ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ആക്സലേഷൻ്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് എന്ന് പറയാനുള്ള കാരണം ഈ ഡയറക്ഷനാണ് നമ്മൾ നെഗറ്റീവ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്സലേഷൻ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് വെർട്ടിക്കൽ മോഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second. That is the initial velocity from the top of a multi-storied building. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോൾ മുകളിലേക്ക് എറിയുകയാണ്. ദി ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം വെയർ ദ ബോൾ ഈസ് ത്രോൺ ഈസ് 25 meter. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 25 meter ആണ് തന്നിട്ടുണ്ട്. 25 meter. ഹൗ ഹൈ ദ ബോൾ വിൽ റൈസ്. എത്ര ഹൈറ്റിലേക്ക് ബോൾ പോവും. ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ് ദ ഗ്രൗണ്ട്. എത്ര സമയം ഈ ബോള് ഈ എയറിൽ സഞ്ചരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എസ് കണ്ടെത്തണം, അതേപോലെ ടൈം കണ്ടെത്തണം. അപ്പോൾ നമുക്കിതിനെ രണ്ട് പാർട്ടുകളായിട്ട് ചെയ്യാം. എ പാർട്ടിൽ കണ്ടെത്തേണ്ടത് എത്ര ദൂരം, അതായത് എ മുതൽ ബി വരെയുള്ള ഹൈറ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ ആ ഫസ്റ്റ് പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. മുകളിലേക്ക് എടുക്കുന്ന ആ കേസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ ഇനീഷ്യൽ സ്പീഡ് നമുക്കറിയാം 20 meter per second ആണ്. ഇനീഷ്യൽ സ്പീഡ് ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. എസ് എന്നുള്ളത് ഈ ഡിസ്റ്റൻസ്, എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയില്ല. ദെൻ ഫൈനൽ സ്പീഡ്, അതായത് ആ ബി എന്നുള്ള പോയിന്റിൽ ബോൾ ജസ്റ്റ് റെസ്റ്റ് ആവുകയാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 0 ആണ്. എ എന്നുള്ളത് മുകളിലേക്ക് പോകുന്ന ബോളിനെ സംബന്ധിച്ച് ആക്സലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. 10 ആണ് ആക്സലേഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ജിയുടെ വാല്യൂ. അപ്പോൾ -g എന്നുള്ളത് -10 meter per second square ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. കാരണം മറ്റ് രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചാൽ ടൈം നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0 പ്ലസ് യു എന്ന് പറഞ്ഞാൽ 20 square പ്ലസ് എ ഇൻറ്റു ദറ്റ് ഈസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -10 ഇൻറ്റു എസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 400 ഈസ് ഈക്വൽ ടു 20 എസ് എന്ന് വരും. സോ എസ് ഈസ് ഈക്വൽ ടു 400/20, ദാറ്റ് ഈസ് 20 meter. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 20 meter ആയിരിക്കും. 20 meter വരെയാണ് ഈ ബോളിൻ്റെ ഹൈറ്റ് ഉണ്ടാവുക. ദെൻ ബി പാർട്ട് നമുക്ക് എന്താണ്, എത്ര നേരം ഈ ബോൾ ഈ എയറിലൂടെ സഞ്ചരിക്കും. അതായത് ഇവിടുന്ന് പോയിട്ട് ബോൾ തിരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഓൾ പാർട്ട് നമ്മൾ എടുക്കണം. ഓൾ പാർട്ട് ഓഫ് ദി ജേർണി എടുക്കണം. നേരത്തെ കേസ് പോലെ തന്നെ നമുക്കിവിടെ ടൈമാണ് കണ്ടെത്തേണ്ടത്. ടൈം ഉള്ള ഒരു ഇക്വേഷൻ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ബോളിൻ്റെ ഇവിടെയായിരുന്നു, ഫൈനൽ പൊസിഷൻ ഇവിടെയാണ്. അപ്പോൾ നമ്മളറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടത് ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കേണ്ടത്. ഞാൻ ഇങ്ങനെ ഓൾ പാർട്ട് എടുക്കുന്ന സമയത്ത് ഈ ഭാഗം പോസിറ്റീവ് ആണെങ്കിൽ ഈ പാർട്ട് എന്നുള്ളത് ഓവറോൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ എസിൻ്റെ വാല്യൂ സൈൻ എന്നുള്ളത് നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ എസ് എന്നുള്ളത് -25 ആണ് എടുക്കാൻ പോകുന്നത്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഡിസ്കർ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എസിന് പകരമായിട്ട് -25 എന്ന് എടുക്കുന്നു. അതായത് ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയാണ്, ഫൈനൽ പൊസിഷൻ ഇവിടെയാണ്. ഇത് ഇവിടുന്ന് ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് എടുക്കാനുള്ള കാരണം ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. ഈ ഡയറക്ഷൻ മൈനസ് സൈനാണ് എടുക്കേണ്ടത്. അപ്പോൾ -25 ഈസ് ഈക്വൽ ടു യു എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ടായാലും ഇവിടുന്ന് ഇങ്ങോട്ടായാലും യു ഇസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് 20t
പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ ആക്സലേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആക്സലേഷൻ, ബോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ആക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെയും എയുടെ വാല്യൂ എടുക്കേണ്ടത് -10 ആണ്. -10 ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ എന്ത് വരും? -25 = 20t - 5t സ്ക്വയർ. ഓക്കെ, ഞാനിതിൻ്റെ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ -25 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 = ഇവിടെ -20t + 5t സ്ക്വയർ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് 5t സ്ക്വയർ -20t -25 = 0. ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ടി സ്ക്വയർ ആയി, മൈനസ് ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4t, ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ദാറ്റ് ഈസ് ടി സ്ക്വയർ -4t - 5 = 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ രണ്ട് ഫാക്ടറാക്കി എഴുതാം. t - 5 ഇൻറ്റു t + 1 = 0. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ t - 5 ഇൻറ്റു t + 1 = 0 പറഞ്ഞാൽ അർത്ഥം എന്താ? t = 5 സെക്കൻഡ് ഓർ t = -1 സെക്കൻഡ് എന്നാണ് വരിക. അതായത് t = 5 ആൻഡ് t = -1. അപ്പോൾ ടൈം എന്നുള്ളത് ഒരിക്കലും എന്താവില്ല, മൈനസ് സൈൻ ഒരിക്കലും ആവില്ല. t - സെക്കൻഡ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ t = 5 സെക്കൻഡ്. ഇപ്പോൾ 5 സെക്കൻഡ് ആണ് ഈ ബോൾ എയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ എത്തുന്നതിൻ്റെ മുന്നേ ഈ എയറിലൂടെ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ എത്ര ഹൈറ്റ് ബോൾ പോകുമെന്ന് പറഞ്ഞാൽ ഇത് 20 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. വൺ മോർ പ്രോബ്ലം. എ ബോൾ ഈസ് ത്രോൺ അപ്പ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 m/s ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ ഓഫ് 495 മീറ്റർ. 495 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവറിൽ നിന്ന് ഒരു ബോൾ 10 m/s സ്പീഡിൽ മുകളിലേക്ക് എറിയുകയാണ്. വെലോസിറ്റി വിത്ത് വിച്ച് ദ ബോൾ വിൽ സ്ട്രൈക്ക് ദ ഫുട്ട് ഓഫ് ദി ടവർ. എത്ര വെലോസിറ്റിയിലായിരിക്കും ഈ ബോള് ഈ ടവറിൻ്റെ ഫുട്ടിൽ അടിയിൽ വന്ന് വീഴുക എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ടൈം ആഫ്റ്റർ വിച്ച് ദ ബോൾ വിൽ സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്. എത്ര സമയത്തിന് ശേഷമാണ് ബോൾ ഈ ഗ്രൗണ്ടിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫൈനൽ സ്പീഡ്, ഫൈനൽ വെലോസിറ്റി v കണ്ടുപിടിക്കണം. അതുകൂടാതെ എത്ര ടൈം എന്നുള്ളത് കണ്ടെത്തണം. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഓൾ പാർട്ടായിട്ട് എടുക്കാം. ഈ ഇവിടുന്ന് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ് ഇത്രയും ഭാഗം പോസിറ്റീവായിട്ടും ഇവിടുന്നുള്ള ഈ ഭാഗം നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യാം. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് s = എങ്ങനെ വരും? അതായത് ഇനീഷ്യൽ പോയിന്റ് ഇവിടെയാണ്, ഫൈനൽ പോയിന്റ് ഇവിടെയാണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത് ഇനീഷ്യൽ ടു ഫൈനൽ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് എടുക്കുന്നതുകൊണ്ട് ഈ ഡയറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് എസിന്റെ വാല്യൂ എന്നുള്ളത് ഇവിടെ -495 മീറ്റർ എന്നാണ് എടുക്കേണ്ടത്. -495 മീറ്റർ. യു ഈസ് ഓൾവേസ് പോസിറ്റീവ് 10 m/s. വി ഡസൻ നോ. ആൻഡ് എ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ബോൾ ഫൈനലി വരുന്നത്. അപ്പോൾ എയുടെ സൈൻ എന്ന് പറയുന്നത് -10 m/s² ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് v ആണ്, ഫൈനൽ വെലോസിറ്റി. So v square is equal to u square plus 2as. So v square is equal to u 10 square plus 2 into a എന്നുള്ളത് g എന്നുള്ളത് 10 m/s² എടുക്കാൻ വന്ന്. അപ്പോൾ സൈൻ നെഗറ്റീവ് അതിന് 2 into -10 into -495 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v square is equal to 100 plus 9900 that is 10,000 എന്ന് കിട്ടും. സോ v is equal to നമുക്കറിയാം 10,000 റൂട്ട് എന്ന് പറഞ്ഞാൽ +or-100 മീറ്റർ ആയിരിക്കും. അതായത് +100 × +100 10,000 ആണ്, -100 × -100 10,000 ആണ്. അപ്പോൾ നമ്മൾ വിയുടെ സൈൻ ഈ ഡയറക്ഷൻ എടുക്കുന്നുണ്ട്. വിയുടെ സൈൻ ഇറ്റ് ഈസ് ടേക്കൺ ആസ് മൈനസ്. സോ v is equal to -100 m/s. രണ്ടാമത്തെ കണ്ടുപിടിക്കുന്നത് ടൈമാണ്. എത്ര സമയം, നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടെത്ത പോലെ ഇവിടെ നമുക്ക് s is equal to ut plus half t square കൊടുക്കാം. ഇവിടുത്തെ s എന്നുള്ളത് -495 മീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. u എന്ന് പറയുന്നത് 10 ആണ്. 10 into t plus half into -10 into t square. That is -495 is equal to 10t minus 5t square. That is മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ 495 is equal to -10t plus 5t square. 5 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 99 എന്ന് കിട്ടി, -2t plus t square. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്താണ്. t square -2t, ഈ 99 അങ്ങോട്ട് പോകുമ്പോൾ -99 is equal to 0. നമുക്ക് ഇതിനെ നേരത്തെ പോലെ രണ്ടായിട്ട് ഫാക്ടർ ചെയ്യാം. ദാറ്റ് ഈസ് t - 11 into t plus 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും. അപ്പോൾ t - 11 is equal to 0, t plus 9 is equal to 0. അപ്പോൾ നമുക്ക് രണ്ട് ടിയുടെ വാല്യൂ കിട്ടും. ഒന്ന് t is equal to -9 സെക്കൻഡ് കിട്ടും, ഒന്ന് t is equal to 11 സെക്കൻഡ് കിട്ടും. ടൈം ഈസ് നോട്ട് നെഗറ്റീവ്, അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. സോ t is equal to 11 സെക്കൻഡ്. അപ്പോൾ 11 സെക്കൻഡ് ആയിരിക്കും ഈ ബോൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫുട്ട് ഓഫ് ദി ടവർ എത്തുന്ന വരെയുള്ള സമയം എന്ന് പറയുന്നത്. ഈ ഫൈനൽ വെലോസിറ്റി നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ വേറെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കറിയാവുന്ന ഇക്വേഷനാണ് v is equal to u plus at. അത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അങ്ങനെയും കണ്ടെത്താം. അപ്പോൾ v is equal to u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്പീഡ് 10 ആണ്,
എന്ന് പറഞ്ഞാൽ -10 ആണ് എടുക്കേണ്ടത്. -10 ഇവിടേക്ക് ഇവിടെ എത്തുന്ന സമയത്താവുന്ന സമയത്ത് എയുടെ വാല്യൂ -10 എടുക്കേണ്ടത്. -10 ടി നമുക്ക് കിട്ടി 11 കിട്ടി. ദാറ്റ് ഈസ് 10 -10 × 11 എന്ന് പറഞ്ഞാൽ 110 ആണ്. സോ 10 - 110 നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് -9 കിട്ടി. അപ്പോൾ വിയുടെ വാല്യൂ എപ്പോഴും -10 ആയിരിക്കും. സോ -100 m/s. ഇങ്ങനെയാണ് ഫൈനൽ വെലോസിറ്റി കിട്ടുക. നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. A stone is dropped into a well of depth 196 meter. ഒരു കിണറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു സ്റ്റോൺ നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്, എറിയല്ല, ഫ്രീ ആയിട്ട് വിടുകയാണ്. The sound of the splash is heard after 6.88 seconds. അതായത് കല്ല് വെള്ളത്തിൽ വീണിട്ട് അതിൻ്റെ സൗണ്ട് നമ്മുടെ ഇയറിൽ എത്തിയത് 6.88 സെക്കൻഡ് കഴിഞ്ഞാണ്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. അങ്ങനെയാണെങ്കിൽ എയറിലുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് കല്ല് ഈ വെല്ലിൻ്റെ സർഫസിലെത്താൻ എത്ര സമയം എടുത്തു, അത് വെള്ളത്തിലെത്താൻ എത്ര സമയം എടുത്തു എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നമുക്കറിയാം കല്ല് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ u = 0 ആണ്. ഇനീഷ്യൽ സ്പീഡ് 0 ആണ്, എറിയല്ല. എസ് എന്നുള്ളത് ഇവിടെ നിങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ഡയറക്ഷൻ എന്നുള്ളത് പോസിറ്റീവ് ഡയറക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ u = 0, s = 196 മീറ്റർ. നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. നമുക്ക് ടൈമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ടൈമുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എസ് ആണ് അറിയുന്നത്. s = ut + ½ (196) ഇനീഷ്യൽ സ്പീഡ് 0 ആണ്. അപ്പോൾ ut വേണ്ട, ½ × a എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 9.8 തന്നെ എടുക്കുക, പോസിറ്റീവാണ്. സോ 9.8 × t². So 196 = 4.9 t², or t² = 196/4.9. That is t² = 40 എന്ന് കിട്ടും. So t = √40, that is 6.32 seconds എന്ന് കിട്ടും. Okay, so that is the time taken by the stone to reach the water. വെള്ളത്തിലേക്ക് എത്താൻ എടുത്ത സമയമാണിത്. അതിനുശേഷമാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ആ സൗണ്ട് നമ്മുടെ ഇയറിൽ എത്തുന്നത് അല്ലെങ്കിൽ വെല്ലിൻ്റെ ടോപ്പ് സർഫസിൽ എത്തുന്നത് 6.88 സെക്കൻഡിന് ശേഷമാണ്. അപ്പോൾ കല്ല് ആദ്യം വെള്ളത്തിലേക്ക് പോയി സൗണ്ട് താഴത്തുനിന്ന് മുകളിലേക്ക് വരുന്നു. അപ്പോൾ ടൈം ടു റീച്ച് വെൽ ഫോർ സ്റ്റോൺ, അതായത് ഈ സ്റ്റോണിന് വെല്ലിലെത്താൻ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ 6.32 സെക്കൻഡ് കിട്ടി. ടൈം ടേക്കൺ ബൈ സ്റ്റോൺ ടു റീച്ച് ദ ടോപ്പ് സർഫസ് ഓഫ് ദി വെൽ, അതായത് സൗണ്ട് അതിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ സൗണ്ട് സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ടോട്ടൽ സമയം എന്ന് പറഞ്ഞാൽ 6.88 സെക്കൻഡാണ്. കല്ല് വെല്ലിൻ്റെ സർഫസിൽ എത്താൻ എടുത്ത സമയം പറഞ്ഞാൽ 6.32 ആണ്. അപ്പോൾ ഇതിന്നത് കുറയ്ക്കണ്ടേ, അതായത് 6.88 - 6.32, അതായത് 0.5 സെക്കൻഡാണ് സൗണ്ട് ട്രാവൽ ചെയ്ത സമയം എന്ന് പറയുന്നത്. അതായത് കല്ല് നേരെ വെല്ലിലെത്തുന്നു, സൗണ്ട് നേരെ തിരിച്ചിങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ആ സൗണ്ട് സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ടോട്ടൽ ടൈമിൽ നിന്ന് ഈ സ്റ്റോണ് വെല്ലിലെത്താൻ എടുത്ത സമയം കുറച്ചു. ദാറ്റ് ഈസ് 6.88 - 6.32, ദാറ്റ് ഈസ് 0.56 സെക്കൻഡ്. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ഇൻ എയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. ഇവിടെ സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 196 മീറ്റർ ആണ്. സമയം എന്ന് പറയുന്നത് സൗണ്ട് സഞ്ചരിക്കാൻ എടുത്ത സമയം 0.56 ആണ്. ദാറ്റ് ഈസ് 350 m/s. ക്ലാസ്സിൽ പ്രോബ്ലംസ് ഇൻ യൂണിഫോം ആക്സലേഷനുമായി ബന്ധപ്പെട്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ളതും വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ടുള്ള വിവിധ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ നോട്ടിൽ എഴുതി വിശദമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.